ഗ്രാമീണ പ്രണയം ആധാരമായ പ്രണയ നോവൽ നാമ്പെടുക്കുന്ന പ്രണയം മൂന്നാം ഭാഗത്തിൻ്റെ ഓഡിയോ ആവിഷ്കാരം. അവതരണവും രചനയും ഇമ്മാനുവൽ. അടുത്ത ദിവസം രാവിലെ പല്ല് തേക്കുന്ന സമയത്ത് സിൽവി വെറുതെ അവരുടെ ക്വാർട്ടേഴ്സിൻ്റെ അടുത്തേക്ക് ഒന്ന് നോക്കി. ഒഴിഞ്ഞു കിടന്നിരുന്ന ക്വാർട്ടേഴ്സിൻ്റെ അടുക്കൽ പുതിയതായി ഒരാളെ കണ്ടു. അകലെ നിന്ന് കണ്ടതുകൊണ്ട് ആളാരാണെന്ന് വ്യക്തമായില്ല. എങ്കിലും പുതിയതായി വന്നവർ ആരോ ആണ് എന്ന് മനസ്സിലായി. കൂടുതൽ അങ്ങോട്ട് ശ്രദ്ധിക്കാൻ പോയതുമില്ല. രാവിലെ എങ്ങോട്ടെങ്കിലും നോക്കി നിന്നാൽ ശരിയാവില്ല. ഒന്നാമത്തെ കാര്യം, അമ്മയുടെ കയ്യിൽ നിന്നും നല്ല വഴക്ക് കിട്ടും. പിന്നെ വേഗം തന്നെ പല്ലുതേപ്പും കുളിയും ഭക്ഷണം കഴിക്കലുമെല്ലാം കഴിഞ്ഞ് സ്കൂളിൽ പോകാൻ തയ്യാറെടുക്കണം. അപ്പച്ചൻ രാവിലെ തന്നെ പോയി കട തുറന്ന് ഇരിപ്പായി. 10 മണി കഴിഞ്ഞപ്പോഴേക്കും വടയാറ്റിലെ കുഞ്ഞവരാച്ചൻ കുറച്ച് റബ്ബർ ഷീറ്റ് കൊണ്ടുവന്നു. അത് തൂക്കിയെടുത്ത് പണം കൊടുത്തു. 2-3 വർത്തമാനമൊക്കെ പറഞ്ഞേച്ച് അയാൾ പോകുന്ന സമയമായപ്പോഴേക്കും വേറെ 2-3 പേരും കൂടി വന്നു. കുഞ്ഞവരാച്ചൻ്റെ മകൻ സണ്ണി ഡിഗ്രി കഴിഞ്ഞതാണ് എന്ന് അപ്പച്ചന് അറിയാം. വിഷയം ഏതാണ് എന്നൊന്നും അപ്പച്ചന് അറിയില്ല. ഏതായാലും കുഞ്ഞവരാച്ചനോട് ചോദിച്ചേക്കാം എന്ന് വിചാരിച്ചു. അവരാച്ച, തൻ്റെ മകൻ സണ്ണി ഡിഗ്രി കഴിഞ്ഞതല്ലേ? അവന് എവിടെയെങ്കിലും പണിയായോ? ഇല്ലടൂ, അവൻ എവിടെയൊക്കെയോ പരിശ്രമിക്കുന്നുണ്ട്. കിട്ടുമായിരിക്കും. അവൻ ഏത് വിഷയമാണ് പഠിച്ചത്? താൻ അന്നൊരിക്കൽ പറഞ്ഞാലും ഞാൻ അങ്ങോട്ട് മറന്നു. അവൻ ഇംഗ്ലീഷാണ് പഠിച്ചത്. എന്തിനാ അപ്പച്ചൻ ചോദിച്ചത്? എൻ്റെ കൊച്ചിന് ഒരു ട്യൂഷൻ വേണമായിരുന്നു. സാമ്പത്തിക ശാസ്ത്രം പഠിപ്പിക്കാനാണ്. അറിയാവുന്ന ആരെങ്കിലും ഉള്ളതായിട്ട് അറിയാമോ? ഉണ്ടെങ്കിൽ താൻ പറഞ്ഞു താ. പെട്ടെന്ന് ഓർക്കുന്നില്ലല്ലോ അപ്പച്ച. നമുക്കൊരു കാര്യം ചെയ്യാം. അന്വേഷിക്കാമോ? എവിടെയെങ്കിലും കണ്ടുപിടിക്കാം. എന്നാൽ അങ്ങനെയാകട്ടെ. കുഞ്ഞവരാച്ചൻ പുറത്തേക്ക് പോയി. പ്രായത്തിൻ്റെയും ഇത്രയും കാലം ചെയ്ത കഠിനാധ്വാനത്തിൻ്റെയും ഒക്കെ വകയായിട്ടായിരിക്കും ചെറിയ തോതിൽ ഒരു കൂന് വന്നിട്ടുണ്ട്. എന്നാലും ആരോഗ്യവാനാണ് കുഞ്ഞവരാച്ചൻ. നേരത്തെ എന്തു ജാതി മുതലായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഒരു രൂപം മാത്രം. അന്ന് ഉച്ചവരെ കടയിൽ വന്ന പലരോടും അപ്പച്ചൻ ഈ കാര്യം പറഞ്ഞു. എന്നാൽ അനുകൂലമായ ഒരു മറുപടി ഒരിടത്തു നിന്നും കിട്ടിയില്ല. പലർക്കും തന്നെ കുട്ടികൾ പഠിക്കുന്ന വിഷയം പോലും അറിയില്ല. അതാണ് പ്രധാന പ്രശ്നം. ചിലരൊക്കെ ആലോചിക്കാം എന്ന് പറഞ്ഞേച്ചു പോയി. ഉച്ചക്കത്തെ ഊണും കഴിഞ്ഞ് കടയിലേക്ക് പോകുമ്പോൾ പുതിയതായി ക്വാർട്ടേഴ്സിൽ വന്ന താമസക്കാരനെ കണ്ടു. വെറുതെ വർത്തമാനം പറഞ്ഞതാണ്. എന്നാൽ വെറുതെ അല്ല താനും. അമ്മയെ കൊണ്ടുവരുന്നത് എന്നാണ് എന്നറിയണമായിരുന്നു. കുടുംബക്കാർക്ക് മാത്രം കൊടുത്തുകൊണ്ടിരുന്ന ക്വാർട്ടേഴ്സാണ്. അത് ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരാൾക്ക് കൊടുത്താൽ ബാക്കിയുള്ളവർക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടാകും. അതുകൊണ്ടാണ് എന്നാണ് അമ്മയെ കൊണ്ടുവരുന്നത് എന്നന്വേഷിച്ചത്. അയാളുടെ പേര് പോലും ചോദിച്ചിരുന്നില്ല. മാത്രവുമല്ല, സാറാമ്മ പറഞ്ഞായിരുന്നു ട്യൂഷന് ഇയാളെ കിട്ടിയാൽ സൗകര്യമായിരുന്നു എന്ന്. സാറിൻ്റെ പേര് പോലും ഇന്നലെ ചോദിച്ചില്ല. മറന്നുപോയതാ. ഇന്നേതായാലും ചോദിക്കുകയാണ്. പേരെന്താ? ജെയിംസ് എന്നാണ് പേര്. വിളിക്കുന്നത് ജിമ്മി എന്നാണ്. എത്ര വരെ പഠിച്ചതാ? ഡിഗ്രി കഴിഞ്ഞു. സർവേയും കഴിഞ്ഞ് PhD എഴുതി ജോലി കിട്ടിയതാ. ഡിഗ്രിക്ക് ഏതായിരുന്നു വിഷയം? സാമ്പത്തിക ശാസ്ത്രമായിരുന്നു. ഞാൻ എന്നാ പോട്ടെ. തേടിയ വള്ളി കാലിൽ വന്ന് ചുറ്റിയല്ലോ എന്ന സന്തോഷത്തിൽ അപ്പച്ചൻ കടയിലേക്ക് പോയി. ഇനി ബാക്കി കാര്യങ്ങൾ മെല്ലെ ചോദിച്ചു മനസ്സിലാക്കാം എന്ന് വിചാരിച്ചു. കാര്യമായ തിരക്കില്ലാഞ്ഞതിനാൽ കടയിലിരുന്ന സമയത്തും ചിന്ത ഈ ട്യൂഷൻ്റെ കാര്യത്തെക്കുറിച്ചായിരുന്നു. കാഴ്ചയ്ക്ക് നല്ല പയ്യനാണ്. പഠിപ്പിക്കാം എന്ന് സമ്മതിക്കുകയും കൂടി ചെയ്താൽ നന്നായിരുന്നു. അടുത്തു തന്നെ ആയതുകൊണ്ട് എളുപ്പമായി. നമ്മുടെ കൺവെട്ടത്ത് തന്നെ കുട്ടികളെ പഠിപ്പിക്കാൻ
സൗകര്യം കിട്ടുന്നത് വലിയ കാര്യമാണ്. ചായ കുടിക്കാൻ ചെന്നപ്പോൾ സാറാമ്മയുടെ അടുത്തും കാര്യം പറഞ്ഞു. നിന്റെ മനസ്സിൽ തോന്നിയത് ശരി തന്നെയായിരുന്നു സാറാമ്മേ. അയാൾ സാമ്പത്തിക ശാസ്ത്രം പഠിച്ചത് തന്നെയാണ്. ട്യൂഷൻ എടുക്കാമോ എന്ന് ഞാൻ ചോദിച്ചില്ല, എന്നാലും പ്രതീക്ഷിക്കാം. അതും കൂടെ ചോദിച്ചേക്കാമായിരുന്നില്ലേ? എന്നാൽ അടുത്ത തീരുമാനമെടുക്കാമായിരുന്നല്ലോ. പറ്റില്ല എന്ന് പറഞ്ഞാൽ അടുത്ത ആളെ കണ്ടുപിടിക്കണ്ടേ? വൈകിട്ട് തന്നെ ചോദിക്കാം, അല്ലെങ്കിൽ നാളെ. ഏതായാലും പറ്റിയ ഒരാളെ കണ്ടുകിട്ടിയല്ലോ. ഇനി അത് ചോദിച്ചു സമ്മതിപ്പിക്കാം. ചായയും പഴം പൊരിയും കഴിച്ച് അപ്പച്ചൻ തിരിച്ചു കടയിലേക്ക് പോയി. വൈകുന്നേരം വരെ കടയിൽ പിന്നീട് പല സുഹൃത്തുക്കളും വന്നു. കുരുമുളകും റബ്ബറും അടയ്ക്കയും എല്ലാം കൊണ്ടുവന്നു. രാവിലെ അന്വേഷിക്കാമെന്ന് പറഞ്ഞ് പോയവന്മാരാരും വൈകിട്ട് വരെ തിരിച്ചെത്തിയില്ല. ചിലപ്പോൾ അന്വേഷിച്ചില്ലായിരിക്കും, ചിലപ്പോൾ അന്വേഷിച്ചിട്ട് കിട്ടിക്കാണില്ല. എന്തായാലും വന്നില്ല എന്നറിയാം. ജിമ്മി സാർ ഓഫീസിൽ നിന്നിറങ്ങി ചായയും കഴിച്ച് ക്വാർട്ടേഴ്സിലേക്ക് പോകുന്നത് അപ്പച്ചൻ കണ്ടു. എന്തായാലും വൈകിട്ട് പോകുന്ന വഴി ക്വാർട്ടേഴ്സിലൂടെ ഒന്ന് കയറുക തന്നെ. വിവരം ഇന്ന് തന്നെ ചോദിച്ച് ഒരു തീരുമാനത്തിലെത്തണം. അല്ലെങ്കിലും ഒരു കാര്യം ആലോചിച്ചാൽ അത് നടക്കുവോളം അപ്പച്ചന് ഇരിക്കപ്പൊറുതിയില്ല. അതാണ് പണ്ട് മുതലേ ഉള്ള സ്വഭാവം. പിന്നെ ഇന്നായിട്ടൊരു മാറ്റം വരുമോ? സന്ധ്യ മയങ്ങുന്നതിന് മുൻപേ കടയിൽ വാസുവിനെ ഇരുത്തിയിട്ട് അപ്പച്ചൻ ക്വാർട്ടേഴ്സിലേക്ക് നടന്നു. ക്വാർട്ടേഴ്സിലെ താമസക്കാരും മറ്റു ചിലരും അപ്പച്ചൻ മുതലാളി എന്നാണ് അയാളെ വിളിക്കുക. പതിവില്ലാതെ അപ്പച്ചൻ മുതലാളിയുടെ വരവ് കണ്ട് ക്വാർട്ടേഴ്സിലെ താമസക്കാർ ഒന്ന് അതിശയിച്ചു. സാധാരണഗതിയിൽ വാടക വാങ്ങാൻ 1-ാം തീയതിയോട് അടുത്ത ദിവസങ്ങളിൽ വരികയാണ് പതിവ്. അതിനുശേഷം ആ ഭാഗത്തേക്ക് കാണാറില്ല. ഇപ്രാവശ്യം എല്ലാവരും വാടക കൊടുത്തതാണല്ലോ, പിന്നെന്തിനാണ് വരവ് എന്നൊക്കെ താമസക്കാരായ ഓരോരുത്തരും പരസ്പരം പറഞ്ഞു. അപ്പച്ചൻ മുതലാളിയുടെ ബിൽഡിങ്ങിൽ ആകെ 4 കുടുംബങ്ങൾക്ക് താമസിക്കാനുള്ള സൗകര്യമാണ് ഉള്ളത്. ആദ്യത്തെ ക്വാർട്ടറിൽ താമസിക്കുന്നത് ഓട്ടോറിക്ഷക്കാരൻ അന്തോണിയും കുടുംബവുമാണ്. രണ്ടാമത്തേതിൽ ആശാരി ചെല്ലപ്പനും കുടുംബവും. മൂന്നാമത്തേതിൽ വണ്ടി ബ്രോക്കർ ബേബിയും കുടുംബവുമാണ്. 4-ാമത്തെ ക്വാർട്ടറായിരുന്നു ഒഴിവായിരുന്നത്. അതിലാണ് ഇപ്പോൾ ജിമ്മി വന്ന് താമസം തുടങ്ങിയത്. ആ കൊച്ചനെ കണിക്കാനുള്ള എന്ത് കൊസ്രാക്കൊള്ളിയും കൊണ്ടാണാവോ വരവ്? ചെല്ലപ്പനും ബേബിയും അടക്കം പറഞ്ഞു. അപ്പച്ചൻ മുതലാളി നേരെ 4-ാമത്തെ ക്വാർട്ടറിൻ്റെ അടുത്തേക്ക് പോയി. അത് തുറന്നിരുന്നു. ജിമ്മി അകത്തിരുന്ന് എന്തോ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പച്ചൻ വിളിച്ചതിന് ശേഷം അകത്തേക്ക് കയറി. മുതലാളി അകത്ത് കയറി ഇരിക്കണം. എൻ്റെ പേര് അപ്പച്ചൻ എന്നാണ്. പ്രായക്കുറവുള്ളവർ അപ്പച്ചൻ ചേട്ടൻ എന്ന് വിളിക്കും. വളരെ കുറച്ചുപേർ മാത്രം വിളിക്കുന്നതാണ് ഈ മുതലാളി എന്ന വിളി. എനിക്കത്ര പിടിക്കാത്തതുമാണ്. ഞാൻ എന്നാൽ പിന്നെ അപ്പച്ചൻ ചേട്ടൻ എന്ന് വിളിച്ചേക്കാം, പോരെ? മതി, എനിക്കും ഇഷ്ടം അതുതന്നെയാണ്. എന്താ പിന്നെ ഇപ്പോൾ വന്നത്? രാവിലെ നമ്മൾ കണ്ടതായിരുന്നല്ലോ. എനിക്കൊരു സഹായം ചെയ്തു കിട്ടുമോ എന്നറിയാനാണ് ഇപ്പോൾ വന്നത്. എന്താണാവോ സഹായം? വില്ലേജിലെ വല്ല കാര്യവുമാണോ? അല്ല, എൻ്റെ മകൾ +2-ന് 2-ാം വർഷം പഠിക്കുന്ന സിൽവിക്ക് സാമ്പത്തിക ശാസ്ത്രം വലിയ ബുദ്ധിമുട്ടാണ്. അവൾക്ക് ഒന്ന് സംശയം തീർത്തു കൊടുക്കുമോ എന്നറിയാനാണ് ഞാനിപ്പോൾ വന്നത്. ട്യൂഷനായിട്ട് ഞങ്ങൾ ഉദ്യോഗസ്ഥർക്ക് എടുക്കാൻ പാടില്ല. സംശയം പറഞ്ഞു കൊടുക്കുന്ന കാര്യം ഞാനൊന്ന് ആലോചിച്ചിട്ട് നാളെ പറയാം. മറ്റാരെയെങ്കിലും കിട്ടുമോയെന്നും കൂടെ നോക്കിക്കൂ. നാളെ സാറ് പറഞ്ഞതിന് ശേഷമേ ഞാനിനി അന്വേഷിക്കുന്നുള്ളൂ. ഞാൻ ഇറങ്ങിയേക്കുവാ. ചെറിയ വിഷമത്തോടെ അപ്പച്ചൻ ഇറങ്ങി നടന്നു. വീട്ടിൽ ചെന്നപാടെ സാറാമ്മയോട് വിവരം പറഞ്ഞു. ഉദ്ദേശിച്ചതുപോലെ നേരിട്ടങ്ങ് സമ്മതിച്ചില്ല കേട്ടോടി. ആലോചിച്ച് നാളെ പറയാമെന്നാണ് പറഞ്ഞത്. പറ്റില്ലെന്നും പറ്റുമെന്നും പറഞ്ഞില്ല. സാറാമ്മ പറഞ്ഞു, സാരമില്ല, പറ്റില്ല എന്ന് പറഞ്ഞില്ലല്ലോ.
അതുകൊണ്ട് പറ്റുമെന്ന് തന്നെ പറയും എന്ന് വിചാരിക്കാം. അതോർത്ത് വിഷമിക്കേണ്ട. കുളിക്കാൻ വെള്ളം വെച്ചിട്ടുണ്ട്. പോയി കുളിച്ചു വന്ന് കുരിശു വരയ്ക്കാം. അയാൾ വേഗം പോയി കുളിച്ചു വന്നു. പ്രാർത്ഥന കഴിഞ്ഞ ശേഷം അത്താഴവും കഴിച്ച് ഉറങ്ങാൻ പോയി. സിൽവിയും ബേബിയും പുസ്തകങ്ങളും എടുത്ത് പഠനമുറിയിലേക്ക് പോയി. അന്നു മുതൽ അർച്ചന മിസ് അടുത്ത അധ്യായം പഠിപ്പിക്കാൻ തുടങ്ങിയിരുന്നു. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. സിൽവിയെ സംബന്ധിച്ചിടത്തോളം ആ അധ്യായവും വിഷമം തന്നെയാണ്. കാര്യമായി മനസ്സിലാക്കാൻ കഴിയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവൾക്ക് ഡിമാൻഡ് അധ്യായം മനസ്സിലായിട്ടില്ല. അത് മനസ്സിലായാൽ മാത്രമേ ഈ 2 അധ്യായങ്ങളും പഠിച്ചെടുക്കാൻ കഴിയുകയുള്ളൂ. ജാസ്മിന് വിഷമമുള്ള വിഷയം പൊളിറ്റിക്സാണ്. അവളെ സംബന്ധിച്ചിടത്തോളം അതിലെ പല കാര്യങ്ങളും മനസ്സിലാകുന്നില്ല. എന്തായാലും ജയിക്കാനുള്ള മാർക്ക് എങ്ങനെയും അവൾ നേടിയെടുക്കും. ഉച്ചയൂണിന് വീട്ടിലേക്ക് പോകാൻ ഇറങ്ങിയപ്പോൾ ജിമ്മി സാർ ഊണ് കഴിച്ചിട്ട് വരുന്നത് കണ്ടു. അപ്പച്ചൻ അല്പസമയം അവിടെ നിന്നു. എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ പറയട്ടെ എന്ന് വിചാരിച്ചതുപോലെ തന്നെ ജിമ്മി സാർ അടുത്തേക്ക് വന്നു. ഇന്നലെ പറഞ്ഞതുപോലെ സംശയങ്ങൾ പറഞ്ഞു തീർത്തു കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. ചേട്ടൻ അതിനുള്ള സൗകര്യങ്ങൾ ചെയ്താൽ മതി. എൻ്റെ സമയത്തിൻ്റെ കാര്യം ഏകദേശം അറിയാമല്ലോ. എനിക്ക് ജോലി കഴിഞ്ഞ് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് മാത്രമേ ഒഴിവ് കിട്ടുകയുള്ളൂ. സ്ഥല സൗകര്യം ഞാൻ കണ്ടുപിടിച്ചു കൊള്ളാം. സാറിന് ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ അത് അറേഞ്ച് ചെയ്യാം. എന്നു മുതലാണ് ക്ലാസ് തുടങ്ങാൻ കഴിയുക എന്നതുകൂടി ആലോചിച്ച് പറഞ്ഞാൽ മതി. തുടങ്ങേണ്ട ദിവസം ഞാൻ പറയാം. ഏതായാലും ഈ ആഴ്ച വേണ്ട. മിക്കവാറും വരുന്ന തിങ്കളാഴ്ച മുതൽ തുടങ്ങാൻ പറ്റും. വൈകിട്ട് 1 മണിക്കൂർ സമയം. അതായത് 6 മണി മുതൽ 7 മണി വരെ ധാരാളം മതിയാകും. കൃത്യമായി സമയം പാലിക്കണമെന്നില്ല. വേണ്ട കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം എനിക്ക് പോരാമല്ലോ. എന്നാൽ അങ്ങനെയാകട്ടെ സാർ. സ്ഥല സൗകര്യം ഞാൻ പറഞ്ഞേക്കാം. ക്വാർട്ടേഴ്സിൻ്റെ ഇപ്പുറത്തുള്ള ഒരു മുറിയുണ്ടല്ലോ, കടയോട് ചേർന്നത്. അവിടമായിരിക്കും ഏറ്റവും നല്ലത്. അതു നല്ല സ്ഥലമാണ്. എനിക്കാണെങ്കിലും അധികം നടക്കേണ്ട. പെട്ടെന്ന് തന്നെ ക്ലാസ് കഴിഞ്ഞ് തിരിച്ചു പോവുകയും ചെയ്യാം. അപ്പച്ചൻ വേഗം തന്നെ വീട്ടിലേക്ക് പോന്നു. സാറാമ്മയോട് വിവരം പറയാഞ്ഞിട്ട് ഒരു തിക്കുമുട്ടൽ. നേട്ടമുണ്ടായാലും കോട്ടമുണ്ടായാലും ആദ്യം സാറാമ്മ അറിയണം. അതാണ് അപ്പച്ചൻ്റെ പോളിസി. മുറിയുടെ കാര്യവും ആലോചിച്ചു. സാറാമ്മയുടെ അഭിപ്രായവും ആ മുറി തന്നെയാണ്. അങ്ങനെ അത് അന്തിമമായി തീരുമാനിച്ചു. പരിമിതമായ അറിവും കഴിവും വെച്ച് കഴിയുന്നത് പോലെയൊക്കെ അങ്ങ് ചെയ്യുന്നതാണ്. കുറവുകളൊക്കെ കാണുമെന്നേ. ക്ഷമിക്കുമെന്ന് കരുതുന്നു. കുറവുകളെങ്ങാനും ശ്രദ്ധയിൽ പെട്ടെങ്കിൽ കമൻറ്റിൽ ഒന്ന് കുറിച്ചേക്കണേ. നിർദ്ദേശങ്ങളും കുറിക്കാം. ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുന്നത് പിന്നെ നിങ്ങളുടെയൊക്കെ ഇഷ്ടം പോലെ. മറ്റന്നാൾ അടുത്ത ഭാഗവുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്മ നേരുന്നു, പ്രാർത്ഥിക്കുന്നു.